ഹലോടോ, ഞാൻ ഇവിടെ ചായക്കട വരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭാസ്കരേട്ടാ, ഒരു ചായ. കുഞ്ഞൊരു ചായ ഇടറാ. എടാ കുഞ്ഞോനെ, നിനക്ക് വീട്ടിൽ ചെന്ന് ഉറങ്ങിയ പോലെ. വീട്ടിലൊരു സമ്മാനമില്ലെന്നേ. അതിന് തന്തപ്പടി രാവിലെ തുടങ്ങും പണിക്ക് വന്ന്. നല്ല ജന്മം. ഞാൻ ആ സാധനം വാങ്ങിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഭാസ്കരേട്ടാ, ഒരു ചായ. മാത്തുക്കുട്ടി സാറിന് ഒരു ചായ കൊടുത്തേ. ഓ, ഇപ്പൊ കൊടുക്കാതെ. തോമാച്ചാന്റെ വക സ്പെഷ്യൽ ചായ. ആ സാറേ, ഞാൻ ചോദിക്കണമെന്ന് വെച്ച കാര്യമാണ്. സാറിനകത്തിന് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കണ്ണിച്ചോരല്ല ആൾക്കാർ ഇങ്ങനെ തല്ലുന്നത്. അതെന്താ തോമാച്ചാൻ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മളോട് ഇവിടെ ഇടപെടുന്ന രീതിയും പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന രീതി രണ്ടും രണ്ടാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അത് ഈ യൂണിഫോമിന്റെ ഒരു പവറാണ്. അതിങ്ങനെ ശരീരത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. യൂണിഫോമിന്റെ പവറാണല്ലേ. ഹലോ, ഇതേ വരുവാ. ഒരു മിനിറ്റ്. തീർന്നില്ലേടാ? എന്താ തോന്നിച്ചാൽ അതിന്റെ കയ്യിലൊരു കവറ്? ഇത് മാത്തുക്കുട്ടി സാറിന്റെ യൂണിഫോം. അത് ഇവിടെ വെച്ചാൽ ഞാൻ മാത്തുക്കുട്ടി സാർ വരുമ്പോൾ കൊടുത്തേക്കാം. അയ്യോ, ഇത് ഞാനൊന്ന് ഇട്ട് നോക്കിട്ട് തരാം. അത് സർവീസ് യൂണിഫോം, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും. എന്റെ പൊന്ന് ഭാസ്കരേട്ടാ, എന്നെ പോലീസ് ആവണമെന്നായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതോ നടന്നില്ല. ഈ യൂണിഫോം ഇട്ടെങ്കിലും ഞാനൊന്ന് ആവട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ നിന്റെ ഇഷ്ടം പോലെ. ഇതിന്റെ വരുമ്പരായി എന്നാ വെച്ചാൽ നീ സഹിച്ചോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഭാസ്കരേട്ടാ, ഈ ചായ കൂടെ പറ്റില്ലായിരിക്കോ? നിന്റെ പറ്റ എഴുതി ഒരു ബുക്ക് അങ്ങ് തീർന്നു. ഇനി അടുത്ത പറ്റ തീർക്കുമ്പോഴത്തേക്ക് ഒരു ബുക്ക് കൂടെ അങ്ങ് മേടിച്ചോണ്ട് തന്നേര്.
മുതലാണല്ലോ. എന്റെ കൺമുന്നിൽ വെച്ച് നടക്കുന്ന അനിയനെ ഒരിക്കലും വെച്ച് പുറത്തെത്തിയിട്ടുള്ള എന്തുവാടാ ഇത്? സാറല്ലേ പറഞ്ഞ യൂണിഫോം ഇട്ട നമ്മളെ നിയന്ത്രിക്കുന്ന അതാണെന്ന്. ഇത് ഇട്ടപ്പോൾ എൻ്റെ മുന്നേ കൂടെ ഒരു ആക്രമണം കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു പോയി സാറേ.